സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ തല വെട്ടിയാൽ ശരീരം തളരുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇറാന്റെ ശരീരം അവരുടെ വിപ്ലവസേനയും അത്യാധുനിക മിസൈൽ ശക്തിയും മാത്രമായിരുന്നില്ല. ഇറാൻ വർഷങ്ങളായി രൂപപ്പെടുത്തിയെടുത്ത നിഴൽ സേന കൂടിയായിരുന്നു. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ ഇറാന്റെ പ്രതിരോധ സഖ്യം. ഹമാസിനെ ഇല്ലാതാക്കി, ഹിസ്ബുള്ളയുടെ തലവന്മാരെ വധിച്ചു, ഇറാന്റെ കമാൻഡർമാരെ ഓരോന്നായി വധിച്ചു, ഇറാഖിലെ മിലിഷ്യകളെ നിശബ്ദരാക്കി, ഹൂതികളുടെ ശേഷി കുറച്ചു. ഇനി ഇറാന് ഒരു തിരിച്ചുവരവില്ല എന്ന് അമേരിക്കയും ഇസ്രയേലും ഉറപ്പിച്ചു. എന്നാൽ അവിടെയാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും അല്ലെങ്കിൽ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക കണക്കുകൂട്ടൽ പിഴച്ചത്. യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നുവെന്ന് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും മനസ്സിലാക്കി കാണുമെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. 2023 ഇറാന്റെ പ്രതിരോധ സഖ്യത്തിന് മോശം വർഷമായിരുന്നു. ഹമാസ് തുടങ്ങിവെച്ച യുദ്ധം പ്രതിരോധ സഖ്യസേനകളുടെ തലകളെടുത്ത കാലം. നേതൃത്വത്തെ ഇല്ലാതാക്കി ഇറാന്റെ പ്രതിരോധ സേനകളെ ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് നെതന്യാഹുവും ട്രംപും സ്വീകരിച്ചത്. പക്ഷേ ഇറാന്റേതുപോലെ തന്നെ ഈ സേനകളുടെ ശരീരം ചലിച്ചു. അവർ തിരിച്ചു വന്നു. ഇറാനെ നേരിട്ട് ആക്രമിച്ച അമേരിക്കയും ഇസ്രയേലിനെയും കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഈ പ്രതിരോധ സേനകൾക്ക് ആളും ആരവവും കൊടുത്ത് ഇറാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ നടന്നുവെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇസ്രയേലിനെ ഹിസ്ബുള്ള തളച്ചു, വേണ്ട സമയത്ത് സൗദിയെ ഹൂതികൾ പൂട്ടി, ഇറാഖിലെ മിലിഷ്യകൾ അമേരിക്കൻ അസറ്റുകൾക്ക് തന്നെ ഭീഷണിയായി മാറി. നിഴൽ യുദ്ധങ്ങളുടെ തമ്പുരാക്കന്മാരായ ഇറാൻ സഖ്യസേനകളെ രഹസ്യമായി പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു. അതാണ് ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നിർണായകമായത്, ഇറാന് നേട്ടമായി മാറിയത്. ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളുടെ ആഴത്തെ അത് നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇറാന്റെ സുരക്ഷാ തന്ത്രം സാധാരണ രാജ്യങ്ങളുടേത് പോലെയല്ല. എല്ലാ രാജ്യങ്ങളും സ്വന്തം അതിർത്തിക്കുള്ളിൽ ശക്തമായ പ്രതിരോധം ഒരുക്കും. പക്ഷേ ഇറാൻ ചെയ്തത് അങ്ങനെയല്ല. അവർ യുദ്ധഭൂമി സ്വന്തം രാജ്യത്ത് നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയാണ് സൃഷ്ടിച്ചത്. ഈ തന്ത്രത്തെയാണ് ഇറാൻ ഫോർവേഡ് ഡിഫൻസ് എന്ന് വിളിച്ചത്. അതായത് അമേരിക്കയോ ഇസ്രയേലോ തങ്ങളെ ആക്രമിച്ചാൽ ഇറാനിൽ നിന്ന് മാത്രമല്ല, ലെബനനിൽ നിന്ന് റോക്കറ്റ് വരും, യമനിൽ നിന്ന് ഡ്രോണുകൾ പറക്കും, ഇറാഖിൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടും, ചെങ്കടലിലെ കപ്പൽ പാത തടസ്സപ്പെടും. അതായത് ഇറാനെ ആക്രമിച്ചാൽ 4 രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്ന പ്രതിരോധ തന്ത്രം, അതാണ് ഫോർവേഡ് ഡിഫൻസ്. ഇതാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടോളം അമേരിക്കയും ഇസ്രയേലിനെയും ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിർത്തിയ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഈ പ്രതിരോധ സഖ്യം ഇറാന് മറ്റൊരു വലിയ നേട്ടവും കൂടി നൽകി. അതായത് ശത്രുവിൻ്റെ ചെലവ് കൂട്ടുക. യമനിലെ ഹൂതികൾ വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ അത് തടയാൻ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളർ വില വരുന്ന മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇറാഖിലെ മിലിഷ്യകൾ ചെറിയ ആക്രമണം നടത്തിയാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് അത്യാധുനിക സംവിധാനങ്ങൾ വിന്യസിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇറാൻ ചെറിയ ചെലവിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ആ തന്ത്രം. മറ്റൊരു നേട്ടം ശത്രുവിൻ്റെ ശ്രദ്ധ തിരിക്കുക എന്നതാണ്. ഇറാനെ ആക്രമിച്ചാൽ ഇസ്രയേലിന് ഒരൊറ്റ അതിർത്തിയിൽ നിന്ന് മാത്രം ആയിരിക്കില്ല ആക്രമണം വരിക. അതായത് ഒരൊറ്റ അതിർത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. വടക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകും, തെക്ക് ഹമാസ് ഉണ്ട്, ചെങ്കടലിലാണെങ്കിൽ ഹൂതികളുടെ ഭീഷണി ഉണ്ടാകും, ഇറാഖിൽ മിലിഷ്യകൾ ആക്രമണം നടത്തും, ഇറാഖിൽ നിന്ന് മിലിഷ്യകൾ ആക്രമണം നടത്തും, സിറിയയിലെ സായുധ ഗ്രൂപ്പുകളും സജീവമാകും. എല്ലായിടത്തു നിന്നും ഒരേ സമയം സമ്മർദ്ദവും ആക്രമണവും ഇസ്രയേലിന് നേരിടേണ്ടി വരും. ഒരു സൈന്യത്തിൻ്റെ ശ്രദ്ധ പല ദിശകളിലേക്ക് തിരിക്കാനുള്ള കഴിവാണ് ഇറാന്റെ പ്രതിരോധ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്നാൽ കാലക്രമേണ അമേരിക്കയും ഇസ്രയേലും ഈ സഖ്യത്തിൻ്റെ ദൗർബല്യം കണ്ടെത്തി. സഖ്യത്തെ സൈനികമായി ഒരുമിച്ച് നേരിടാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് തീർക്കാമെന്ന തീരുമാനത്തിലേക്ക് അമേരിക്കയുടെ ആശീർവാദത്തോടെ ഇസ്രയേൽ എത്തി എന്ന് തന്നെ പറയാം. ഇതിന് അവർ തുടക്കം കുറിച്ചത് 2020 ആ വർഷമാണ് ജനറൽ ഖാസിം സുലൈമാനിയെ ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ വെച്ച് അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചത്. ഇറാന്റെ എല്ലാമായിരുന്നു, അല്ലെങ്കിൽ ഇറാൻ വിപ്ലവസേനയുടെ എല്ലാമായിരുന്നു ഖാസിം സുലൈമാനി. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇറാന്റെ പ്രതിരോധ സേന എന്നുള്ള ഒരു ആശയം. പ്രതിരോധ സേനകളെ ഒരേ തന്ത്രത്തിലും ഒരേ ലക്ഷ്യത്തിലും ഏകോപിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇറാന് വലിയ തിരിച്ചടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഖാസിം സുലൈമാനിയുടെ വധം. 2023 ഹമാസ്
ഇസ്രയേലിലേക്ക് കടന്നു കയറിയതോടെ അത് മുതലെടുത്ത് ഈ തന്ത്രം, അതായത് ഈ നേതാക്കന്മാരെ കൊല്ലുക എന്ന തന്ത്രം വളരെ പെട്ടെന്ന് ഇസ്രയേലും അമേരിക്കയും നടപ്പാക്കി തുടങ്ങി. 2024 ഹമാസിൻ്റെ രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് തന്നെ വധിച്ചു. തൊട്ടു പിന്നാലെ ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ളയുടെ അമരക്കാരൻ സെയ്ദ് ഹസൻ നസ്രള്ളയെ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കി. തുടർന്ന് IRGC വ്യോമസേനാ തലവൻ അമീർ അലി ഹാജിസാദെ ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക കമാൻഡർമാരും തുടരെ വധിക്കപ്പെട്ടു. ഇതോടെ ഇറാന്റെ പ്രതിരോധത്തിൻ്റെ നട്ടെല്ല് ഒടിഞ്ഞുവെന്നും ഫോർവേഡ് ഡിഫൻസ് തന്ത്രം തകർന്നുവെന്നും അമേരിക്കയും ഇസ്രയേലും പാശ്ചാത്യ ലോകവും ഒരുപോലെ വിശ്വസിച്ചു. കുറച്ച് സമയത്തേക്ക് നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും ആ കണക്ക് കൂട്ടൽ ശരിയാണെന്ന് തോന്നുകയും ചെയ്തു. ഹമാസിന് വലിയ തിരിച്ചടിയേറ്റു, ഹിസ്ബുള്ളയ്ക്ക് കനത്ത നഷ്ടമുണ്ടായി, പല ഗ്രൂപ്പുകളും പ്രതിരോധ നിലയിലേക്ക് മാറുകയും ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ നേരിട്ട് ആക്രമണം നടത്താൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ധൈര്യം നൽകിയത് ഇറാന്റെ സുരക്ഷാ കവചം തകർന്നുവെന്ന ആ ചിന്തയായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് കളിയുടെ ഗതി മാറിയത്. നേതാക്കൾ കൊല്ലപ്പെട്ടെങ്കിലും ഇറാൻ നിർമ്മിച്ചെടുത്തത് വെറുമൊരു വ്യക്തി കേന്ദ്രീകൃത വ്യവസ്ഥയായിരുന്നില്ല, മറിച്ച് ഏത് തിരിച്ചടിയിലും സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള ശൃംഖലയായിരുന്നു എന്ന് നെതന്യാഹുവും ട്രംപും പിന്നീട് തിരിച്ചറിഞ്ഞു. പുറത്തുനിന്ന് നോക്കുമ്പോൾ സഖ്യം തകർന്നതുപോലെ തോന്നിയെങ്കിലും അകത്ത് മറ്റൊരു പ്രക്രിയ നടക്കുകയായിരുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ശത്രുക്കൾ വിജയം ആഘോഷിക്കുമ്പോൾ ഇറാൻ വളരെ രഹസ്യമായി തങ്ങളുടെ സഖ്യസേനകളെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു. പണവും അത്യാധുനിക ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും നൽകി അവരെ വീണ്ടും സജ്ജരാക്കി വയ്ക്കുകയായിരുന്നു. ഇറാന്റെ ഓരോ പ്രതിരോധ സേനകളുടെയും ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കിക്കാണണം. ഹസൻ നസ്രള്ളയുടെ വധത്തോടെ ഹിസ്ബുള്ള അവസാനിച്ചുവെന്ന് നെതന്യാഹു കരുതി. ഹിസ്ബുള്ളയെ നാമാവശേഷമാക്കിയെന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു, വലിയ വായിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇറാൻ നേരിട്ട് ആക്രമിക്കപ്പെട്ടപ്പോൾ താഴെത്തട്ടിലുള്ള ഹിസ്ബുള്ളയുടെ കമാൻഡർമാർ യുദ്ധം ഏറ്റെടുത്തു. ആദ്യം ഇറാനെ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചപ്പോൾ ആദ്യം രംഗത്തെത്തിയതും ഹിസ്ബുള്ളയായിരുന്നു. 25,000-ലധികം റോക്കറ്റുകളുമായി അവർ ഇസ്രയേലിന് കടുത്ത ഭീഷണിയായി മാറി. ഇസ്രയേൽ കരസേന അംഗങ്ങളെ നേരിട്ട് വധിക്കുകയും ചെയ്തു. ഇപ്പോഴും ഇസ്രയേലിന് കനത്ത ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. തങ്ങൾക്ക് വേണ്ടി ആദ്യമേ രംഗത്തിറങ്ങിയ ഹിസ്ബുള്ളയ്ക്കെതിരായി ഇസ്രയേലിൻ്റെ ആക്രമണം നിർത്തണം എന്നതാണ് ഇറാൻ സമാധാന ചർച്ചകളിൽ ആദ്യം ഉന്നയിക്കുന്ന കാര്യം എന്നതുകൂടി നമ്മളിവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇനി ഹൂതികളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ആദ്യമൊന്നും ഹൂതികൾ ഇറാന് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നില്ല. അപ്പോഴെല്ലാം അമേരിക്കയും ഇസ്രയേലിനെയും പേടിച്ചാണ് ഹൂതികൾ ഇറങ്ങാത്തത് എന്ന പ്രചാരണമുണ്ടായി. പക്ഷേ ഇറാനും ഹൂതികളും കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ബോധ്യമായത്. കൃത്യമായ സമയത്ത് ഹൂതികൾ രംഗത്തിറങ്ങി. സൗദി അറേബ്യക്കെതിരെയും എണ്ണക്കപ്പലുകൾക്ക് നേരെയും നാവിക ഉപരോധം പ്രഖ്യാപിച്ച ഹൂതികൾ ചെങ്കടലിലെ ഗതാഗതം തന്നെ സ്തംഭിപ്പിച്ചു. ശതകോടിക്കണക്കിന് ഡോളറിൻ്റെ സാമ്പത്തിക നഷ്ടമാണ് ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചത്. ഈ നീക്കമാണ് ഇപ്പോൾ ട്രംപ് ആക്രമണം നിർത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത് എന്നതും നമ്മൾ നോക്കിക്കാണണം. ഇറാഖി മിലിഷ്യകൾ യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ സജീവമായിരുന്നു. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് എന്ന പേരിൽ ചെറുകിട ഗ്രൂപ്പുകൾ ഒന്നിച്ച് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും സൗദിയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരന്തരമായ ആക്രമണം ഈ ഇറാഖി മിലിഷ്യകൾ നടത്തി. അമേരിക്കയ്ക്ക് ഈ മേഖലയിലെ അധിക പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഇതുമൂലമുണ്ടായി. ഈ ചിത്രത്തിൽ നിന്ന് മാറി നിന്നത് ഗാസയിലെ കടുത്ത യുദ്ധത്തിന് ശേഷം ആയുധം വെക്കേണ്ടി വന്ന ഹമാസ് മാത്രമാണ്. ഹമാസ് ദുർബലമായി പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹമാസ് ഒഴിച്ചുള്ള ബാക്കി സംഘങ്ങൾ സജീവമായതോടെ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാനെതിരെ എല്ലാ ശക്തിയും ഒരിടത്ത് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ ആക്രമണത്തിനും പ്രാദേശിക തലത്തിൽ മറ്റൊരു പ്രതികരണ സാധ്യത ഉണ്ടായിരുന്നു. അതായത് എവിടെ ആക്രമിച്ചാലും അവിടെയെല്ലാം ഇറാൻ അല്ലാതെ മറ്റൊരു സംഘം പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇത് ഇറാന് തയ്യാറെടുപ്പിനും ലക്ഷ്യം നിർണ്ണയിക്കുന്നതിനും കൂടുതൽ സമയം കൊടുത്തു. അതുതന്നെയായിരുന്നു ഇറാൻ്റെ ഒരു ലക്ഷ്യം. അതായത് ആരെങ്കിലും ഇറാനെ ആക്രമിച്ചാൽ ഇറാന് തിരിച്ചടിക്കാൻ സമയം കിട്ടുന്ന രീതിയിൽ പ്രതിരോധ സഖ്യങ്ങൾ ആക്രമണം നടത്തി. മറ്റൊരു കാര്യം, പ്രോക്സി സേനകളെ മാത്രമല്ല ഇറാൻ ആശ്രയിച്ചത് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഇറാൻ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികളുടെ കാര്യത്തിലും ദീർഘദൂര മിസൈൽ ശേഖരണത്തിലും ഡ്രോൺ സാങ്കേതിക വിദ്യയിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും ഹോർമൂസ് കടലിടുക്കിൻ്റെ തന്ത്രപ്രധാനമായ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലുമെല്ലാം ഇറാൻ കൂടുതൽ നിക്ഷേപം നടത്തിയത്. അതെല്ലാം ഇപ്പോഴും തന്ത്രപരമായി തന്നെയാണ് ഇറാൻ കൈകാര്യം ചെയ്യുന്നതും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ്റെ പ്രതിരോധ സുരക്ഷാ തന്ത്രം
ഇപ്പോൾ രണ്ട് തൂണുകളിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒന്ന്, സ്വന്തം മിസൈൽ ഡ്രോൺ പ്രതിരോധ ശക്തി. രണ്ട്, അതിർത്തിക്കപ്പുറത്തുള്ള പ്രതിരോധ സേനകൾ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഫോർവേഡ് ഡിഫൻസ്. ചിലപ്പോൾ ഒരു സൈന്യത്തെ തോൽപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യം അവരുടെ ആശയത്തെ തോൽപ്പിക്കുക എന്നാണ് ഇറാന്റെ പ്രതിരോധ സേനാ വിന്യാസത്തെക്കുറിച്ച് ചില നയതന്ത്ര വിദഗ്ധരും പ്രതിരോധ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഇസ്രയേലി സൈനിക ഇന്റലിജൻസിലെ മുൻ ഉദ്യോഗസ്ഥനായ ഡാനി സിട്രോവിനിച്ച് ഈ മുഴുവൻ ചർച്ചയെ ഒറ്റ വാചകത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇപ്പോഴും ജീവനോടെയുണ്ട്, അത് ഇല്ലാതാകുന്നില്ല. അതായത് നെതന്യാഹു പറയുന്നത് പോലെ അത് ഇല്ലാതാകുന്നില്ല, മറിച്ച് അതിൻ്റെ രൂപം മാറുകയാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. നമുക്കറിയാം, അദ്ദേഹം എന്ന് പറയുന്നത്, ഈ സിട്രോനോവിച്ച് എന്ന് പറയുന്നത് ഇസ്രയേലി സൈനിക ഇന്റലിജൻസിലെ മുൻ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഇങ്ങനെ വിലയിരുത്തുന്നത്. ഇതാണ് ഇറാൻ ഇപ്പോൾ തീരുമെന്ന് വിലയിരുത്തിയവർക്ക് യുദ്ധം നൽകുന്ന യഥാർത്ഥ ചിത്രം. അതായത് ഒരു കേന്ദ്ര കമാൻഡിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ശൃംഖല ഇപ്പോൾ കൂടുതൽ വികേന്ദ്രീകൃതമായ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നേതാക്കളെ വധിച്ചതുകൊണ്ട് മാത്രം പോരാട്ട വീര്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് ഇറാനും അവരുടെ പ്രതിരോധ സേനകളും തെളിയിക്കുന്നത്. ഈ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അമേരിക്കയെയും ട്രംപിനെയും വീണ്ടും ചർച്ചയുടെ മേശയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. മറ്റൊരു വാർത്തയുടെ ഉള്ളറിയിക്കുന്ന സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് അമില്യാസ്, സൈനിങ് ഓഫ്.